ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഇച്ചസും ഫ്രണ്ട്സും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നൈറ്റാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ എൻജോയ് ചെയ്ത് പോകാനായിട്ട് നിൽക്കുകയാണ്. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വെള്ളച്ചാട്ടങ്ങളും അണക്കെട്ടുകളും തൂക്കുപാലവും ഒക്കെ കണ്ടൊരു അടിപൊളി യാത്ര നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗൈസ്, നമ്മുടെ യാത്ര തുടങ്ങുന്നത് കൊച്ചി ധനുഷ്കോടി പാതയിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടമായ വാളര വെള്ളച്ചാട്ടത്തിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഗൈസ്, 100 കണക്കിന് അടി ഉയരത്തിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളിനൂല് പോലെ താഴേക്ക് പതിക്കുന്ന ദൃശ്യം കണ്ട് തന്നെ അറിയണം. മഴക്കാലത്ത് ഇതിൻ്റെ ഭംഗി ഇരട്ടിയാകും. വാട്ടർഫാൾസിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വേറെ കുറച്ചധികം അതിഥികളും കാത്തിരിപ്പുണ്ട്. അതുങ്ങളെയൊക്കെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ് ഗൈസ്. നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് ഗൈസ്. ഇപ്പോൾ മൂന്നാർ ടൗണിൽ ഏകദേശം 13 കിലോമീറ്റർ മാറിയാണ് മാട്ടുപ്പെട്ടി ഡാം. നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിലാണുള്ളത്. പച്ചപ്പാർന്ന മലനിരക്ക് നടുവിൽ ശാന്തമായി കിടക്കുന്ന ഈ ജലാശയം നമുക്ക് മനസ്സിന് വല്ലാത്തൊരു കുളിർമയേകും. അപ്പോൾ നമുക്ക് ഈ ജലാശയം ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, നമ്മൾ മാട്ടുപ്പെട്ടിയിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് എക്കോ പോയിന്റിലെത്താം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് മലനിരകളിൽ തട്ടി പ്രതിധ്വനിക്കുന്നത് കേൾക്കാം. തടാകത്തിൻ്റെ കരയിലുള്ള ഈ സ്ഥലം ഫോട്ടോ എടുക്കാൻ വളരെ അനുയോജ്യമാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് എക്കോ പോയിന്റ് ഒന്ന് കണ്ടാലോ. ഗൈസ്, ഇനി നമ്മൾ പോകുന്നത് അധികം ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ അതിമനോഹരമായ രാജാക്കാട് റൂട്ടിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ചീനമാക്കൽ വെള്ളച്ചാട്ടം എന്നാണ് ഇതിൻ്റെ പേര്. പ്രകൃതി സ്നേഹികൾക്ക് നല്ലൊരു വിരുന്നാണിത്. അധികം തിരക്കില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ചീനമാക്കൽ വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തുടർന്ന് നേരെ എത്തുന്നത് പൊന്മുടി ഡാമിലാണ്. വളരെ ശാന്തമായ അന്തരീക്ഷമാണ്. ചുറ്റും വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരിടമാണ്. ഡാമിന് മുകളിലൂടെയുള്ള ആ യാത്ര ശരിക്കും ഒരു സമാധാനം നൽകുന്ന ഒരു ഫീലാണ് ഗൈസ്. ഇടുക്കിയുടെ യഥാർത്ഥ ഭംഗി നമുക്കിവിടെ കാണാൻ സാധിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് പൊന്മുടി ഡാം ഒന്ന് കണ്ടു നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. രാജാക്കാട് ഹാങ്ങിങ് ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നെയ്യാർപ്പുഴയ്ക്ക് കുറുകെയാണ് രാജാക്കാട് തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് യാത്ര?
പ്രകൃതിയുടെ മനോഹരമായ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.